കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. എഫെസ് ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും, മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും വായിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനത്തിലേക്ക് പോവുകയാണ്. എഫെസ് ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ ദയവായി? ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സന്ദർശിക്കട്ടെ. പിതാവേ, ഇന്ന് രാത്രി അങ്ങയുടെ മഹത്വം ഈ ദേശത്ത് വെളിപ്പെടുത്താൻ അങ്ങയ്ക്ക് ഇഷ്ടമുള്ള തരത്തിൽ അങ്ങയുടെ വചനത്താൽ അത് ഈ ദേശത്ത് നിവർത്തിക്കുമാറാകണമേ. അതിനായി ഇന്ന് രാത്രി അടിയനെയും ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന സകല ജനത്തെയും അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ശക്തിയും അങ്ങയുടെ മഹിമയും ഞങ്ങൾ കാണണമെന്നും ദേശം അറിയണമെന്നും അങ്ങയുടെ രക്ഷ സകല ജാതികൾക്കും ലഭിക്കണമെന്നും അങ്ങയുടെ ആഗ്രഹമാകുന്നു. ആ ആഗ്രഹ നിവർത്തിക്കായി ഇന്ന് രാത്രി ഞങ്ങളെ എല്ലാം വിശുദ്ധീകരിച്ച് ആത്മാവിനാൽ ഒരുക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, അതിൻ്റെ അധികാരവും ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വായിച്ച വേദഭാഗം രണ്ടും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പരിചയമുള്ളതാവും, നാട്ടിലും പലരും കേട്ടിട്ടുള്ളതാവും. വളരെ വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ്, ചില പ്രഖ്യാപനങ്ങളാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം ഒരല്പം പഠനം കൂടിയാണ്. ആവശ്യമുള്ളവർക്ക് കുറിച്ചെടുക്കാവുന്നതും കൂടിയാണ്. ഇന്നത്തെ കാലത്തിന് ആവശ്യമായ ചില വചനങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുവാൻ, ദൈവസഭയോട് വിളിച്ചു പറയുവാൻ ദൈവത്തിൻ്റെ നിയോഗം എനിക്കുണ്ട്. ആ നിയോഗത്തിൻ്റെ വെളിച്ചത്തിലും കൂടിയാണ് ഇന്ന് രാത്രി ഈ വചനം ഇവിടെ വിളിച്ചു പറയുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിച്ച ഈ വേദഭാഗത്ത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ ഒരു വലിയ രഹസ്യം അവിടുന്ന് പ്രഖ്യാപനം ചെയ്യുകയായിരുന്നു. എന്ന് ഞാൻ പറഞ്ഞാൽ, യേശുക്രിസ്തു ഭൂമിയിൽ ജഡമെടുത്തു വന്ന് അവിടുന്ന് ശുശ്രൂഷ ആരംഭിച്ചു. അവിടുത്തെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും അവിടുന്ന് പ്രഖ്യാപനം ചെയ്തത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. ജനത്തെ ദൈവരാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കാൻ യേശു പ്രസംഗിച്ചു. യേശുക്രിസ്തുവിന് മുമ്പായി വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകനും അത് തന്നെ പ്രസംഗിച്ചു. അതിൻ്റെ ബാക്കിയാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. യഹൂദന്മാർ കാത്തിരുന്ന ഒരു രാജ്യമുണ്ട്.
അക്ഷരീകമായ ദൈവ നിയന്ത്രിതമായ ഒരു രാജ്യം, അവരുടെ സ്വന്തം രാജാക്കന്മാർ ഭരിക്കുന്ന ഒരു രാജ്യം എന്ന് ഞാൻ പറയുമ്പോൾ അല്പം കൂടെ തെളിച്ച് പറയണം. ഒരു കാലത്ത് അങ്ങനെ അവർക്കൊരു രാജ്യമുണ്ടായിരുന്നു. കനാൻ നാട്ടിൽ ദൈവം അവർക്ക് ആ നാട് അവകാശമായി കൊടുത്ത് ആ ദേശത്തെ അവർ ഭരിച്ചു വന്നു. അവർ പാർത്തിരുന്നു, അവർ ഭരിച്ചു വന്നു. എന്നാൽ അവരുടെ പാപം നിമിത്തം, ദൈവവചന ലംഘന നിമിത്തം ആ ദേശം അവർക്ക് നഷ്ടപ്പെട്ടു. അവർ അന്യദേശങ്ങളിലേക്ക് അടിമകളായിപ്പോയി. അതിൻ്റെ ഭരണവും അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം അതിലൊരു ചെറിയ വിഭാഗം ആ നാട്ടിലേക്ക് മടങ്ങി വന്നു. കുറേ കാലത്തെ കഷ്ടാനുഭവങ്ങൾക്ക് ശേഷം അങ്ങനെ മടങ്ങി വന്നെങ്കിലും ആ ഭരണം അവർക്ക് തിരിച്ചു കിട്ടിയില്ല. വിദേശ രാജ്യങ്ങളുടെ അടിമത്വത്തിൻ്റെ കീഴിൽ, ഭരണത്തിൻ്റെ കീഴിൽ അവർ ജീവിച്ചിരുന്ന കാലത്താണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവർ സ്വന്തം രാജ്യം പ്രതീക്ഷയോടെ കാത്തിരുന്ന കാലം. സ്വന്തം രാജ്യം എന്നൊന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. അവരുടെ ദേശം അവർ തന്നെ ഭരിക്കുന്ന, അവരുടെ രാജാവ് ഭരിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവരുടെ മശിഹിയായിട്ടാണ് യേശു വന്നത്. ആ യേശു അക്ഷരികമായ ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കും എന്ന പ്രതീക്ഷയാണ് യഹൂദന്മാർക്കുണ്ടായിരുന്നത്. യേശുവിൻ്റെ ആ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ തന്നെ മശിയായിട്ട് അവിടുത്തെ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ കാരണം അവർ പ്രതീക്ഷിച്ചതുപോലുള്ള മാനുഷിക വലിപ്പങ്ങളിലല്ല യേശു വന്നത്. ഒരു സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ, പാവപ്പെട്ടവൻ്റെ കുടുംബത്തിൽ, രാജകീയ പ്രൗഢിയില്ലാതെ പ്രസംഗവും ശുശ്രൂഷയും ആരംഭിച്ചപ്പോൾ പോലും അവർ പ്രതീക്ഷിച്ചതിന് വ്യത്യസ്തമായി ഉള്ളൊരു ശുശ്രൂഷയാണ് ചെയ്തു വന്നത്. അതുകൊണ്ട് അക്ഷരികമായ രാജ്യം പ്രതീക്ഷിച്ചിരുന്ന അവരോട് യേശു വിളംബരം ചെയ്ത് പറഞ്ഞു, ദൈവത്തിൻ്റെ രാജ്യം വരുന്നു, അത് സ്വർഗീയമായ രാജ്യമാണ്. ആ രാജ്യത്തിൽ പോകാൻ നിങ്ങൾ ഒരുങ്ങണം. അതിന് തയ്യാറാകണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇങ്ങനെയുള്ള പ്രസംഗം പ്രസംഗിച്ച് അതിൻ്റെ പ്രവൃത്തികൾ ചെയ്തു വന്ന യേശു, ആ ദൈവരാജ്യത്തിൻ്റെ ശക്തി അവിടുത്തെ ശുശ്രൂഷയിൽ ഓരോ ദിവസവും എല്ലായ്പ്പോഴും വെളിപ്പെട്ടു വന്നു. രോഗികളെ സൗഖ്യമാക്കുന്നതിലൂടെ, അന്തരീക്ഷത്തിൻ്റെ മേൽ അധികാരം ചെലുത്തുന്നതിലൂടെ, സകലത്തിലൂടെയും അവിടുന്ന് ദൈവമാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, രീതിയിൽ ശുശ്രൂഷകൾ നടന്നു വന്നു. എന്നാലും ആളുകൾക്കത് മനസ്സിലായില്ല. അവർ യേശുവിനെ കുറിച്ച് ധരിച്ചത് ഇവിടെ പറയുന്നത് പോലെ യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാവാം. ചില ആളുകൾ ധരിച്ചത് പഴയ പ്രവാചകന്മാരിൽ ആരോ ഒരാൾ മരിച്ചിട്ട് എഴുന്നേറ്റ് വന്നതാണ്. അത് യിരെമ്യാവാം, പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരുത്തനാവാം. ഇങ്ങനൊക്കെ ധരിച്ചിരുന്ന കാലം യേശു ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്താണ് ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നത്? മനുഷ്യപുത്രൻ എന്ന് തന്നെ കുറിച്ച് തന്നെ പറയുന്നൊരു പ്രയോഗം. ആ മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത്? പത്രോസിൻ്റെ മറുപടി പെട്ടെന്ന് വന്നു. പത്രോസ് പറഞ്ഞു, അവർ പറയുന്നത് നീ യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തതാവാം, യിരെമ്യാവാം, പ്രവാചകന്മാരിൽ ആരോ ഒരുവനാവാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അതിന് മറുപടി പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതിന് യേശുവിൻ്റെ മറുപടി ഇതാണ്, ബറിയോനാ ശിമോനെ, ഈ കാര്യം നീ എൻ്റെ കൂടെ നടന്ന് കിട്ടിയ അറിവല്ല, കേവലം എൻ്റെ പ്രസംഗം കേട്ടുള്ള അറിവല്ല, എൻ്റെ അത്ഭുതങ്ങൾ കണ്ടുള്ള അറിവല്ല. അത് ബാക്കി ജനവും കണ്ടു, കണ്ടെങ്കിലും ഈ അഭിപ്രായം അവർക്കില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടാണ്. എന്നിട്ട് പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല.
പ്രസ്താവന യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് വലിയൊരു പ്രഖ്യാപനമായിരുന്നു. ഞാൻ എടുത്തു പറയുന്ന പ്രഖ്യാപനം, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അതൊരു പുതിയ വാക്കായിരുന്നു അവർക്ക്. യേശു അതുവരെ പറഞ്ഞു വന്നത് സഭ എന്ന കാര്യമല്ല, ദൈവരാജ്യം എന്ന കാര്യമാണ്, സ്വർഗരാജ്യം എന്ന കാര്യമാണ്. എന്നാൽ ആ പ്രയോഗം ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ വ്യത്യസ്തമായ ഒരു പ്രയോഗം ഉപയോഗിക്കുകയാണ്. ഒന്നുകൂടെ എടുത്ത് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത എൻ്റെ സഭയെ ഞാൻ പണിയും. എന്താണ് യേശു പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥം? എഫെസ് ലേഖനത്തിലേക്ക് പോയാൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതിന് 3 മുതലുള്ള വാക്യങ്ങൾ, എഫെസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് വെളിപ്പാടിനാൽ ഒരു മർമ്മം എനിക്കറിയായി വന്നു. വെളിപ്പാടിനാൽ അതൊരു രഹസ്യമായിരുന്നു, മർമ്മമായിരുന്നു. മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം. അതെനിക്ക് വെളിപ്പാടിനാൽ കിട്ടി, അറിയായി വന്നു. ബാക്കി നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും. നോക്കുക, മർമ്മം എന്താണെന്ന് പറയുകയാണ്. ഏക ശരീരസ്ഥരും, സുവിശേഷത്താൽ ജാതികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. ഇതൊരു രഹസ്യമായിരുന്നു എന്ന്, ദൈവത്തിന്റെ ഒരു രഹസ്യമായിരുന്നു, ഒരു മർമ്മമായിരുന്നു. ആ മർമ്മം നേരത്തെ വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. ഒന്നുകൂടെ ആ മർമ്മം പറയുന്നു, സുവിശേഷത്താൽ ജാതികൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കൂട്ടവകാശികളായി തീരണം, അവർക്കും കൂടി പങ്ക് കിട്ടണം. ഇത് പഴയ നിയമം വായിച്ചാൽ ആളുകൾ ഗ്രഹിക്കില്ല. പഴയ നിയമത്തിൽ യഹൂദന്റെ ചിന്ത, ഈ ആശയം അവിടെ ഉണ്ടെങ്കിലും അവർക്കത് വ്യക്തമായില്ല. പഴയ നിയമത്തിൽ യഹൂദൻ ചിന്തിച്ചിരുന്നത് ദൈവം അവരുടെ സ്വന്തം, ബാക്കി ജാതികൾക്ക് ദൈവവുമായി ഒരിടപാടുമില്ല. ബാക്കി ജാതികളെല്ലാം തീപ്പൈകയിൽ പോകാനുള്ള ആളുകൾ എന്നാണ് യഹൂദൻ കരുതിയിരുന്നത്. ബാക്കിയുള്ളവർക്ക് ദൈവത്തെ കൊടുക്കാനോ ദൈവത്തിൻ്റെ വചനം കൊടുക്കാനോ ഒരു നടപടി അവരിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ മാത്രം ദൈവത്തിൻ്റെ ജനം എന്ന് ധരിച്ചിരുന്നിടത്ത് കാര്യം തിരുത്തി ദൈവം തൻ്റെ ഹിതം രഹസ്യം വിളിച്ചു പറയുകയാണ്. യേശു പറഞ്ഞത് അപ്പോൾ അവർക്ക് വെളിവായില്ലെങ്കിലും ആത്മാവിനാൽ വെളിപ്പെട്ട മർമ്മം ഇതാണ്: സകല ജാതികളും സകല വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും ഒരു കൂട്ടം ജനം ദൈവത്തിന്റെ വകയായി വിശുദ്ധീകരിക്കപ്പെടണം, വേർതിരിക്കപ്പെടണം. സ്വർഗം ഒരു ജാതിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സ്വർഗം സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കുന്ന അത്ഭുതകരമായ ഒരു സ്ഥലമാണ്. ഇത് ചിലർക്ക് വേണ്ടി മാത്രം ഒതുക്കി വെച്ചേക്കാനുള്ളതല്ല, അതിൻ്റെ വാതിൽ സകലർക്കും വേണ്ടി തുറന്നു കൊടുക്കേണ്ടതാണ്. അതാണതായിട്ട് പറഞ്ഞ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരുന്നു. അത് തനിക്ക് മാത്രമല്ല, ബാക്കി വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവം സഭയ്ക്കേൽപ്പിച്ച ഒന്നാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. എന്തിനാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുന്നത്? താക്കോൽ ഒരു കെട്ടിടം തുറന്ന് അടച്ചു കിടന്നാൽ തുറക്കാനുള്ളതല്ലേ? ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാൻ, വാതിൽ തുറക്കാൻ ദൈവം നിയമിച്ച ഒരു സംവിധാനമാണ് ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ സുവിശേഷം. ഇവിടെ വിളിച്ചു പറയുകയാണ്,
ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സകല ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ വേർതിരിച്ച് ഞാൻ എൻ്റെ സഭ പണിയും. ആ വാക്കിനെ ഇന്ന് രാത്രി എനിക്ക് അല്പം വിശദീകരിക്കണം. എന്താണ് വാസ്തവത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം? ഈ വാക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണിത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്രിസ്തീയ ഉപദേശ സംഹിതകളിൽ ശക്തമായൊരു വാക്കാണ് സഭ എന്ന വാക്ക്. ഇതിന്റെ വെളിച്ചത്തിലാണ് വലിയൊരു പങ്ക് ജനത്തിന്റെ വിശ്വാസം നിലകൊള്ളുന്നത്. ഏതാണ് ശരി സഭ? ഏത് സഭയിലാണ് പോകേണ്ടത്? സത്യസഭ ഏതാണ് എന്ന ചോദ്യം ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നെങ്കിലും ഇല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യം. സാധാരണ വിശ്വാസം അനുസരിച്ച് അല്പകാര്യം ഞാൻ പറയാം. പെന്തിക്കോസ്തുകാരെന്ന് വിളിക്കുന്ന നിങ്ങളെ, ഞാനും പെന്തിക്കോസ്തുകാരനാണ്, നിങ്ങളെ സഭയായി ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ കണക്കാക്കുന്നില്ല. അറിയാമോ? നിങ്ങളെ സഭയായിട്ട് കണക്കാക്കുന്നില്ല. നിങ്ങൾ കൂട്ടായ്മക്കാരാണ്. അല്ല, നിങ്ങൾ സഭയല്ല അവരുടെ ദൃഷ്ടിയിൽ. നിങ്ങൾ പറയും നിങ്ങളാണ് സഭയെന്ന്, പക്ഷെ അവർ പറയും നിങ്ങൾ സഭയല്ല. നിങ്ങൾ സഭ വിട്ട് പോയവരാണ്. സഭ വിട്ടെങ്ങനെ പോകാൻ പറ്റി? ഇതൊരു വലിയ ചോദ്യമാണ്. തന്നെ ഇന്നത്തെ കാലത്ത് കുറെ ഉണർവുകളുണ്ടായി. കുറെ ആളുകൾ രക്ഷിക്കപ്പെട്ടുവെന്ന്, ആത്മീകമായി ചൈതന്യം പ്രാപിച്ചുവെന്ന്, വേണ്ട വിധത്തിൽ വചനമകത്ത് ചെല്ലാതെ അവിടെ ഒരു ഭയങ്കര ആശയക്കുഴപ്പം. ഏതാണ് സഭ? എന്താണ് സഭ എന്നൊരു ചോദ്യം വ്യാപകമായി. അത് വാസ്തവത്തിൽ നമ്മുടെ അകത്തും കുറെ പേരുള്ളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ധാരാളം ചെറുപ്പക്കാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഉപദേശപരമായ ഒരു കാര്യത്തിന് വേണ്ടി വേറൊരു രാജ്യത്തു നിന്ന് ഒരാൾ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യണം. ഈ അടുത്ത സമയത്ത് ഒരു പാസ്റ്റർ പറഞ്ഞു, നമ്മളിനിയും ഓർത്തഡോക്സ് സഭയിൽ വല്ലതും ചേരണം, അല്ലാതെ നമുക്ക് നിലനിൽപ്പ് ഇല്ല. ഒരു പാസ്റ്റർ പറഞ്ഞു. അപ്പൊ കാര്യം ഗൗരവമാണ്. അതുകൊണ്ട് അടിയന്തരമായി എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും അല്ല, ഒരു കൃത്യം കാര്യം ചെയ്യണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഇരിക്കട്ടെ. അതുകൊണ്ട് ഈ വാക്കിനെ ഇന്ന് രാത്രി വചനത്തിലൂടെ ഒന്ന് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് യേശു പറഞ്ഞത്? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എഫേസ് ലേഖനത്തിലേക്ക് നമ്മൾ വന്നു. ആദ്യം വായിച്ച വാക്യം എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൽ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഒന്നുകൂടൊന്ന് ആവർത്തിച്ച് വായിച്ചേക്കാമോ പാസ്റ്ററെ? ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. നോക്കൂ, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പൊ ഒരു കെട്ടിടപ്പണിയുടെ ഉദാഹരണം. കെട്ടിടത്തിന് ആദ്യം ഇടുന്നത് ഒരു മൂലക്കല്ലാണ്. പിന്നെ കുറെ കല്ലുകൾ വാനത്തിലിടും. അതിന് പറയുന്ന പേരാണ് അടിസ്ഥാനം. ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ പണിയുടെ
സകലത്തിൻ്റെയും പണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പണിയെ കെട്ടിടപ്പണിയോട് ഉപമിച്ച് പറയുകയാണ്. അതിന് ദൈവമിട്ട അടിസ്ഥാനമുണ്ട്, ദൈവമിട്ട ആദ്യമിട്ട മൂലക്കല്ലുണ്ട്. അത് ക്രിസ്തു യേശുവാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പിന്നിട്ട കല്ലുകൾ, ആ കല്ലുകൾ അതിൻ്റെ അടിസ്ഥാനമാണ്. നിങ്ങളെ അതിൻ്റെ മീതെ പണിയുന്നു എന്ന് പറയുമ്പോൾ ആശയം അത്ര അങ്ങോട്ട് വ്യക്തമായില്ലെങ്കിൽ, ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പത്രോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. അവിടെ കാര്യം കുറെ കൂടെ വ്യക്തമാവും. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ് എന്ന് വ്യക്തമായിരിക്കും. 1 പത്രോസ് 2-ാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, പത്രോസാണ് പറയുന്നത്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ, ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് എന്ന് പറഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ പ്രവൃത്തി പുസ്തകത്തിൽ പറഞ്ഞ വാക്യത്തിന്റെ ബാക്കിയാണ്. പത്രോസ് ഇങ്ങനെയാ വിളിച്ചു പറഞ്ഞത്. ഒരു വാക്യം പഴയ നിയമത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, മനുഷ്യർ തള്ളിയ കല്ല് വീടിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. വീട് പണിക്കാരായ നിങ്ങൾ, വീട് പണിക്കാരായ യഹൂദ സമുദായം, അതിന്റെ നേതാക്കന്മാർ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളില്ല, ഇവനെ ദൈവരാജ്യത്തിന് പറ്റില്ല, ദൈവരാജ്യം പണിയുന്നത് ഇവനല്ല, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ കൊന്നുകളയണം എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം പണിയുന്ന പണിയുടെ മൂലക്കല്ലാക്കി ദൈവം തീർത്തിരിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ പണിയുടെ മൂലക്കല്ലാക്കി യേശുവിനെ തീർത്തിരിക്കുന്നു. ആ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, കേക്കൂ, അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ഇത് അക്ഷരിക കെട്ടിടമല്ല, ഇത് ആത്മീക കെട്ടിടമാണ്. ഇത് ദൈവത്തിന്റെ സഭ എന്ന കെട്ടിടമാണ്. ഈ ദൈവത്തിന്റെ സഭ പണിയുന്നത്, ഇതിലിട്ടിരിക്കുന്ന മൂലക്കല്ല് പണ്ട് സിയോനിൽ ദൈവം പരിശോധിച്ച് കൊള്ളാമെന്ന് കണ്ട കല്ലാണ്. യെശയ്യാ പ്രവചനം 28:16 പറയുന്നത് പോലെ, നിത്യതയിൽ ദൈവം പരിശോധിച്ചു നോക്കിയിട്ട് കൊള്ളാമെന്ന് കണ്ട ഒരുത്തൻ ജഡമെടുത്ത് ഭൂമിയിൽ വന്നു. സകല കഷ്ടങ്ങളും അവന്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തു, സകല തകർച്ചകളും ഏൽപ്പിച്ചെങ്കിലും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സകലത്തിലും വിടുതൽ കൊടുക്കുവാൻ, ആരെയും രക്ഷിക്കാൻ, ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ, ഏത് തകർച്ചയും മാറ്റുവാൻ ഇവന് കഴിയും എന്ന് അവന്റെ ശരീരത്തിലൂടെ തെളിയിച്ചിട്ട് അവനെ വീടിന്റെ മൂലക്കല്ലാക്കി ദൈവം ഇട്ടിരിക്കുന്നു. അവന്റെ അടുക്കൽ വന്നാൽ ഇത് അക്ഷരിക കെട്ടിടം പണിയല്ല, അക്ഷരിക പ്രസ്ഥാനം പണിയല്ല. അവന്റെ അരിക്ക വന്ന് തൊട്ടാൽ അവൻ ജീവനുള്ള കല്ലാണ്, അവൻ ജീവന്റെ ഉറവിടമാണ്. അവനെ തൊട്ടാൽ ഉടൻ ജീവന്റെ പകർച്ചയുണ്ടാവും. വിദ്യുച്ഛക്തി പ്രവഹിക്കുന്ന ഒരു കമ്പിയിലേക്ക് ഒരു ഗുഡ് കണ്ടക്ടർ തൊട്ടാൽ വിദ്യുച്ഛക്തി പ്രവഹിക്കുന്നത് പോലെ വിദ്യുച്ഛക്തിയുള്ള കമ്പിയിൽ നിങ്ങൾ കയറി പിടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് വിദ്യുച്ഛക്തി പ്രവഹിക്കും. നിങ്ങളെ വേറൊരാൾ വന്ന് തൊട്ടാൽ അവരിലേക്ക് വിദ്യുച്ഛക്തി പ്രവഹിക്കും എന്നതുപോലെ. പക്ഷെ അത് കൊല്ലുന്നതാണ്, ഇത് കൊല്ലുന്നതല്ല, ഇത് ജീവിപ്പിക്കുന്നതാണ്. യേശുവിനെ വന്ന് തൊട്ടാൽ വ്യക്തികളിലേക്ക് ആ ദൈവത്തിന്റെ ജീവന്റെ പകർച്ചയുണ്ടായി ആര് ചേർന്ന് വരുന്നുവോ അവരെ ജീവനുള്ള കല്ലാക്കി പണിയുന്ന ദൈവികമായ അത്ഭുതകരമായ സംവിധാനമാണ് ഈ സംവിധാനം. ആമേൻ. അല്പം ഉപദേശപരം കൂടിയാണ്
ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം എന്നുള്ളത് കൊണ്ട് അതും ഞാനൊന്ന് തൊട്ടു പറയണം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. എല്ലാവരും ഒരുപോലെയല്ല പറയുന്നത്, എഴുതിയിരിക്കുന്ന ഒരുപോലെയാണ്, പക്ഷേ പറയുന്നത് ഒരുപോലെയല്ല. ചില ആളുകൾ പറയുന്നത്, പത്രോസേ നീ പറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഇടയിൽ അപൂർവമായി ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ വാക്യം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. വാക്യം പറഞ്ഞിരിക്കുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് എന്ന പാറമേൽ സഭ പണിയുന്നു എന്ന് ധരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ട്. പക്ഷേ വചനം അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. പത്രോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? പത്രോസിന്റെ വാക്യമാണല്ലോ മുമ്പ് വായിച്ചു കേൾപ്പിച്ചത്, അതിനാണ് വായിച്ചു കേൾപ്പിച്ചത്. പത്രോസ് പറഞ്ഞത്, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലായി തീർന്നു. എന്റെ അടുക്കൽ വന്നിട്ടെന്നല്ല, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. പൗലോസ് അപ്പോസ്തലൻ, പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരിൽ അതിശ്രേഷ്ഠതയുള്ള ഒരു അപ്പോസ്തലൻ, പറഞ്ഞ വാക്യമാണ് എഫേസ്യ ലേഖനത്തിൽ വായിച്ചത്. എന്താണ് വായിച്ചത്? ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ, അതിന്റെ മൂലക്കല്ല് ക്രിസ്തു യേശുവാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമുണ്ട്, പക്ഷെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അതിന്റെ മേൽ പണിയപ്പെടുന്ന ആ ജീവനുള്ള കല്ലായി പണിയപ്പെടുന്നതാണ് ദൈവത്തിന്റെ സഭ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ക്രിസ്തുവിന്മേൽ. എന്ന് മാത്രമല്ല, അതിന് വേറൊരർത്ഥം കൂടി ആ ഭാഗത്തുണ്ട്. പത്രോസിനോട് ചോദിച്ചു, എന്നെക്കുറിച്ച് മനുഷ്യരെന്താ പറയുന്നത്? മനുഷ്യരുടെ പ്രസ്താവന പറഞ്ഞപ്പോഴാണ് ചോദ്യം, നിങ്ങൾ എന്ത് പറയുന്നു? മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നിട്ട് പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ സഭ പണിയുന്നത്? ഈ വെളിപ്പാടിൻ്റെ മേൽ. ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പാടിൻ്റെ മേൽ, ഈ പ്രഖ്യാപനത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുമ്പോൾ ഞാൻ തെളിച്ച് പറയണം, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാവില്ല. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യം. ഒരാൾക്ക് എങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്? റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. റോമർ 10-9-10. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എങ്ങനെ രക്ഷിക്കപ്പെടും? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ദൈവം അവനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് കർത്താവെന്ന് ഏറ്റുപറയണം. യേശു കർത്താവാണ്. എന്താണ് കർത്താവെന്ന വാക്കുകൊണ്ട് പുതിയ നിയമത്തിൽ അർത്ഥമാക്കുന്നതെന്നോ? പഴയ നിയമത്തിൽ യഹോവ എന്ന് ഉപയോഗിച്ച പദത്തിന് തത്തുല്യമായ പദമാണ് പുതിയ നിയമത്തിൽ കർത്താവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ യഹോവ എന്ന പദം ഒരിക്കൽ പോലും നിങ്ങൾ കാണുന്നില്ല. പക്ഷേ അത് പഴയ നിയമത്തിലെ ആ യഹോവ എന്ന വാക്കാണ് കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു കർത്താവാണ് എന്ന് ഹൃദയം വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്താണ് പത്രോസിന്റെ ഏറ്റുപറച്ചിൽ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റുവെന്നും യേശു ദൈവപുത്രനെന്നും വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് തങ്ങളെ തന്നെ ആ ഭരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വാക്കുകൊണ്ട് പറയുന്നതല്ല. കാരണം യേശു തന്നെ വിളിച്ചു പറഞ്ഞ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല,
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അത് കേവലം അവിടുത്തെ ഒരു നാമമല്ല, നാമമാണ്, പക്ഷെ കേവലം നാമമല്ല. അതവിടുത്തെ സ്ഥാനമാണ്, അതവിടുത്തെ അധികാരമാണ്. അവിടുന്നാണ് കർത്താവ്, അവിടുന്നാണ് സകലത്തെയും ഉണ്ടാക്കിയത്, അവിടുന്നാണ് സകലത്തെയും നടത്തുന്നത്, അവിടുന്നാണ് രക്ഷിക്കുന്നത്, അവിടുന്നാണ് ഭരിക്കാൻ അധികാരി, അവിടുന്നാണ് വരാനുള്ള ന്യായാധിപൻ, അവിടുന്നാണ് വരാനുള്ള കർത്താവ്, അവിടുന്നാണ് വരാനുള്ള രാജാവ്. ആ കാര്യം വിശ്വസിച്ച് തന്നെ ഭരണത്തിന് ആരെ ഏൽപ്പിച്ചു കൊടുക്കുമോ അവരാണ് രക്ഷപ്പെടുന്നത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കണം. എന്തായിരുന്നുവെന്നോ അപ്പോസ്തലന്മാരുടെ പ്രസംഗം തെളിച്ച് അനവധി തവണ എടുത്തു പറഞ്ഞിരിക്കുന്നത് യേശു തന്നെ ക്രിസ്തു. ഇതാണ് തെളിയിച്ച് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. യേശു തന്നെ ക്രിസ്തു. അവനാണ് ദൈവം, അവനാണ് ദൈവപുത്രൻ, അവനാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യാഹ്, അവനാണ് മശിഹ, അവനാണ് രക്ഷകൻ, അവനാണ് വരാനുള്ള കർത്താവ്. ഇതാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഇത് വിശ്വസിച്ച് അടുത്തു വരുന്നവർ രക്ഷിക്കപ്പെടും. ഇനി ആ മൂലക്കല്ലിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുന്നതാണ് സത്യമായ കൂട്ടം, സത്യസഭ എന്നാണ് ഇവിടെ വിളിച്ചു പറഞ്ഞതിരിക്കുന്നതിൻ്റെ അർത്ഥം. ഈ വാക്ക് വേദപുസ്തകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ഒരു പ്രാവശ്യം പോലും ഒരു സംഘടന എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പുസ്തകം മുഴുവൻ അരിച്ചു പറക്കി പരിശോധിച്ച് നോക്കിക്കോളൂ. ഒരു പ്രാവശ്യം പോലും ഒരു പ്രസ്ഥാനം എന്ന പേരിൽ ഉപയോഗിച്ചിട്ടില്ല. തെളിച്ചു പറയുന്നു, ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ ഒരു ഓർഗനൈസേഷനാണ്, ഒരു സംഘടനയാണ്. അങ്ങനെ നിങ്ങൾ വേദപുസ്തകത്തിൽ കാണില്ല അങ്ങനെ ഒരു പേര്. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ്, അതൊരു പ്രസ്ഥാനം, ഒരു സംഘടന. ചർച്ച് ഓഫ് ഗോഡ് മറ്റൊരു പ്രസ്ഥാനം. റോമൻ കത്തോലിക്ക സഭ ഒരു പ്രസ്ഥാനം, ഒരു സംഘടന. ഓർത്തഡോക്സ് സഭ അതും ഒരു പ്രസ്ഥാനം. മാർത്തോമ സഭ അതും ഒരു പ്രസ്ഥാനം. ഇതെല്ലാം സംഘടനകളാണ്, പ്രസ്ഥാനങ്ങളാണ്. ഈ അർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ഒരിക്കൽ പോലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെന്താണ് വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്? ഒന്ന്, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. തത്തുല്യമായ ധാരാളം വാക്യങ്ങളുണ്ട്, എല്ലാ വാക്യങ്ങളും എടുക്കാൻ നേരമില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം ആരെങ്കിലും കുറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം 47-ാം വാക്യം, എഫെസ്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 24-ാം വാക്യം, 25-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, 20-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും. നോക്കൂ, നിങ്ങളിപ്പോൾ അടുത്ത് വന്നിരിക്കുന്നതിൻ്റെ കാര്യം പറയുകയാണ്. വായിച്ച് നിർത്തിയത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അതാണ് ഒരു അർത്ഥം. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്വർഗത്തിൽ പേരെഴുതിയ ഒരു കൂട്ടരുണ്ട്. വെളിപ്പാട് പുസ്തകം ആവർത്തിച്ചത് പറയുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറഞ്ഞ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. 21-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായി യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കയില്ല. എന്തിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്? എന്താണ് ദൈവത്തിൻ്റെ ഭൂമിയെക്കുറിച്ചുള്ള മൊത്തം ഉദ്ദേശം? ദൈവത്തിന് വേണ്ടത് ഭൂമിയിൽ പിറന്ന ഈ മനുഷ്യനെ തൻ്റെ കൂടെ കൊണ്ടിരുത്തണം. അതിനാണ് അവരെ ഉണ്ടാക്കിയത്.
ഭൂമിയിൽ കുറെ കാര്യം ജീവിച്ച് ചാവാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തൻ്റെ കൂടിരിക്കാൻ ഉണ്ടാക്കിയതാണ്. പാപം നിമിത്തം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാതെ മലിനരായി തീർന്നതിനാൽ ദൈവം ആട്ടി പുറത്താക്കിയിട്ട് പറഞ്ഞു, നിന്നെ എൻ്റെ കൂടെ ഇരുത്താൻ പറ്റില്ല, ഗെറ്റ് ഔട്ട്. അങ്ങനെ പുറത്താക്കിയവനെ ശുദ്ധീകരിക്കാൻ ഇവിടെ മാർഗമില്ലായകയാൽ അത്യുന്നതത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ സ്വർഗം വിട്ട് താണിറങ്ങി വന്ന് അവനെ കഴുകി ശുദ്ധീകരിച്ച് അവനെ വെടിപ്പാക്കി പാപത്തിന്റെ സകല തകർച്ചകളും മാറ്റി. പാപം എത്ര ആഴത്തിലിറങ്ങിയോ അതേ ആഴത്തിലിറങ്ങി അതിന്റെ വേര് പോലും പിഴുതെടുത്തിട്ട് അവനെ സ്വതന്ത്രമാക്കി ശുദ്ധീകരിച്ച് തൻ്റെ കൂടെ ഇപ്പോൾ ഇരുത്താനും ഇനി മേലാൽ തൻ്റെ രാജ്യത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയി ഇവനെ ഇരുത്തുക എന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. സംഘടന ഉണ്ടാക്കുകയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. എടുത്തു പറയുന്നു, സകല മനുഷ്യരും രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് യേശു ലോകത്തിൽ വന്നത്. മതം സ്ഥാപിക്കാൻ വന്നതല്ല, സംഘടന ഉണ്ടാക്കാൻ വന്നതല്ല, ഒരു കൂട്ടം ജനത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ആമേൻ. അതിനൊരുങ്ങിയിരിക്കുന്ന കൂട്ടരുടെ അസൽ പേരാണ് സഭ. ശരിക്കും പറഞ്ഞാൽ അവരാ സഭ. സ്വർഗത്തിൽ പോകുന്നവരാണ് സത്യസഭ. അതാണ് ഒരു പ്രയോഗം. മറ്റൊരു പ്രയോഗം പ്രവൃത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. നോക്കൂ, അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു എന്ന് പറഞ്ഞാൽ യെരുശലേം പട്ടണത്തിലൊരു സഭയുണ്ടായിരുന്നു. ആ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടു. അതൊരു പ്രാദേശിക കൂട്ടം എന്ന അർത്ഥത്തിൽ. അതേ അർത്ഥത്തിൽ ധാരാളം പ്രാവശ്യം ഈ പുസ്തകം ഉപയോഗിച്ചിരിക്കുന്നു. 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭ എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കൂ. ഓരോ ലേഖനവും പറയുമ്പോൾ ഓരോ ദേശത്തെ സഭയ്ക്കാണ് ആ ലേഖനം എഴുതിയിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകത്തിലെ 7 ദൂതുകൾ 7 ദേശത്തെ സഭകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ നാട്ടിലും സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയ ഒരു കൂട്ടം ജനമുണ്ട്. ആ സംഘത്തിൻ്റെ കൂട്ടത്തെയും സഭയെന്ന് വിളിക്കും. ആമേൻ. അതിനകത്ത് വരുന്ന എല്ലാവരും സ്വർഗത്തിൽ പോയി എന്ന് വരില്ല. അതിനുവേണ്ടിയാണ് കൂട്ടം. പക്ഷെ എല്ലാവരും അതിനുവേണ്ടി ഒരുക്കപ്പെടില്ല. പെന്തിക്കോസ്തിൽ ചേർന്നത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങളാരും ധരിക്കുന്നെങ്കിൽ അതൊരു ശരിയായ ധാരണയല്ല. പെന്തിക്കോസ്തിൽ ചേർന്നതുകൊണ്ടും സ്വർഗത്തിൽ പോവില്ല. ദൈവത്തിൻ്റെ വചനം പാലിച്ച് യേശുവിൻ്റെ ജീവൻ പ്രാപിച്ച് യേശുവിൻ്റെ ജീവനിൽ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. എങ്കിലും വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ഞാൻ പറഞ്ഞതാണ്. ഒരു പ്രാദേശിക കൂട്ടത്തെ ദൈവത്തിൻ്റെ സഭ എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി അടുത്ത ഒരു ഉപയോഗം നേരത്തെ വായിച്ച വാക്യം തന്നെ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഞാൻ എൻ്റെ സഭയെ പണിയും. അത് ലോകവ്യാപകമായിട്ടുള്ള ദൈവത്തിൻ്റെ സഭ. അഖിലാണ്ടത്തിൽ എവിടെല്ലാം മനുഷ്യരുണ്ടോ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുമീൻ. മതവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, കുലവ്യത്യാസമില്ലാതെ എല്ലാവരും അറിയേണ്ട ദൂതാണ്. മനുഷ്യ, നിങ്ങൾക്കൊരു രക്ഷ ഒരുക്കിയിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു. അതൊരു ജാതിയുടെ വകയല്ല. നിത്യനായ ദൈവം ഒരു വഴിയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് മുഴുവൻ മനുഷ്യരും അറിയണം. അങ്ങനെ ലോകത്തിന്റെ ഏത് കോണിലും ദൈവത്തിനായി ഒരുക്കപ്പെട്ട് ജീവിക്കുന്ന ഈ കൂട്ടത്തിന് പറയുന്ന പേരാണ് സത്യസഭ. ആമേൻ. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പ്രസ്താവന ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു. ആളുകളുടെ ചോദ്യം, ഏതാണ് സത്യസഭ? പൊതുവെ ഓരോ കൂട്ടരും പറയും ഞങ്ങളാണ് സത്യസഭ, ഈ സഭയിൽ ചേർന്നാലാണ് രക്ഷ എന്ന് പറയുന്നിടത്ത്
ഈ വചനം നമ്മളോട് തെളിച്ചു പറയുന്നു, ഒരു സംഘടനയിൽ ചേർന്നാലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്നോ സ്വർഗരാജ്യത്തിൽ പോകുന്നെന്നോ ഉറപ്പില്ല. ദൈവം പറയുന്ന സഭ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം ഒന്നുകൂടെ എടുത്തു പറയുന്നു, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് ജീവൻ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച് ദൈവത്തെ സേവിക്കുന്ന കൂട്ടരാരോ അവരാണ് സത്യമായ സഭ. ആമേൻ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ആളുകളുടെ ചോദ്യം, നിങ്ങളൊരു അപ്പോസ്തലിക സഭയാണോ? അപ്പോസ്തലിക പിന്തുടർച്ചയുള്ളതാണോ നിങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ കൂട്ടായ്മയല്ലേ? നിങ്ങൾ അപ്പോസ്തലിക സഭയുടെ ഭാഗമല്ല എന്നായിരിക്കും വലിയ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ ആളുകൾക്കും സംശയം തോന്നുന്ന തരത്തിൽ നിൽക്കുന്നതിൻ്റെ നടുവിൽ, ഇത് പണ്ട് ഉപദേശങ്ങളെല്ലാം തെളിച്ചു പറയുന്നൊരു കാലമുണ്ടായിരുന്നു, പ്രസംഗിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറി. അങ്ങനെ ഉപദേശങ്ങൾ തെളിച്ചു പറയാത്ത ഒരു കാലം വന്നു. നമ്മളും കുറേ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നല്ലവനെന്നും പ്രസംഗിക്കുന്ന പ്രസംഗം കൊണ്ടൊക്കെ ഒതുങ്ങുന്നൊരു കാലം വന്നപ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ നമ്മുടെ ഇടയിലും കഴിവില്ലാതായി തീർന്നിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇന്ന് രാത്രി വചനത്തിൻ്റെ ചില സത്യങ്ങൾ ഞാൻ ആവർത്തിച്ച് തെളിച്ച് പറയേണ്ടിയിരിക്കുന്നു. ആമേൻ. എന്താണ് അപ്പോസ്തലിക സഭ? ഇനി ഒരു വാക്യം ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ, ഈ വേദപുസ്തകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ അപ്പോസ്തലിക സഭ എന്നൊരു വാക്കില്ല. പുസ്തകം മുഴുവൻ നോക്കിക്കോളൂ, അങ്ങനൊരു വാക്കില്ല. ഉള്ള വാക്കുകൾ മത്തായി 16:18 യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രവൃത്തി 20:28 ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സഭ. റോമർ 16:16 ക്രിസ്തുവിലുള്ള സഭകൾ. 2 തെസ്സലോനിക്കർ 1:1 അതേ ആശയം തന്നെ. 1 കൊരിന്ത്യർ 14:34 വിശുദ്ധന്മാരുടെ സർവ സഭകളും. ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. സഭ ദൈവത്തിൻ്റെ വകയാണ്. സഭ ദൈവികമാണ്. സഭയുടെ ഉടമസ്ഥൻ ദൈവമാണ്. സഭയുടെ നായകൻ ദൈവമാണ്. സഭയുടെ കർത്താവ് ദൈവമാണ്. സഭയുടെ ഭരണകർത്താവ് ദൈവമാണ്. മരിച്ചുപോയി വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു ഭരണകർത്താവല്ല യേശുക്രിസ്തുവിന്റെ സഭയുടെ ആള്. അതിന്റെ നായകൻ മരിച്ചവനല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നവൻ, ഓരോ സഭയിലും ഇറങ്ങി വരുന്നവൻ. ഹല്ലേലൂയ. ഓരോ കൂട്ടത്തിലും ഇറങ്ങി വരുന്നവൻ, ഇന്നും തന്റെ ജനത്തെ നേരിട്ട് ഭരിക്കുന്നവൻ, തന്റെ ആത്മാവിനാൽ സഭയെ ഭരിക്കുന്നവൻ, മനുഷ്യന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. നായകന്മാരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. നേതാക്കന്മാരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. നായകന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, ഇതെല്ലാം സത്യം. പക്ഷെ സഭയെ ഇന്നും നയിക്കുന്നതും നയിക്കേണ്ടതും ക്രിസ്തു യേശുവാണ്. ക്രിസ്തു യേശു നയിക്കുന്ന സഭ യേശുവിന്റെ സഭയായിരിക്കും. ക്രിസ്തു യേശുവിനെ പുറത്തു നിർത്തുന്ന സഭ യേശുവിന്റെ സഭയാവില്ല. അങ്ങനെയും ധാരാളം സഭകളുണ്ട്. ലവോദിക്ക സഭ എങ്ങനെ ആയിരുന്നില്ലേ? അകത്ത് കയറ്റില്ലായിരുന്നു. കാരണം യേശുവിനോട് വലിയ കാര്യമില്ല. ഞങ്ങൾക്ക് കാശുണ്ട്, ഞങ്ങൾ മുതലാളിമാരുണ്ട്, നടത്താൻ അറിയുന്നവർ ഞങ്ങളിലുണ്ട്, യേശു ഇവിടെ വന്ന് വലിയ വർത്താനമൊന്നും പറയണ്ട എന്ന തരത്തിൽ തങ്ങളുടെ നായകത്തിന്റെ കീഴിൽ സഭയെ നടത്തുന്നവർ യേശുവിനെ അകത്ത് കയറ്റുന്നവരല്ല. ഇന്നുമുണ്ട് അത്തരം കൂട്ടങ്ങൾ. മനുഷ്യന്റെ ഇഷ്ടത്തിന് പോകാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. ക്രമം തെറ്റിച്ചാൽ, വെളിപ്പാട് പുസ്തകം പരിശോധിച്ചു നോക്കിയാൽ ഒരു സഭയിലേക്ക് കയറി വന്ന വലിയ വാളും എടുത്തോണ്ടാണ്. എന്നിട്ട് പറഞ്ഞ എന്റെ വചനം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, വചനത്തിന് വിട്ടുവീഴ്ച കാണിച്ച് ജീവിച്ചാൽ എന്റെ വായിലെ വാളുകൊണ്ട് നിന്നോട് പോരാടും.
എന്നാണ് സഭയോട് വിളിച്ചു പറഞ്ഞത്. വചനം ലംഘിച്ചതിനാൽ ജീവിതം തെറ്റി. അങ്ങനെയാണ് സംഭവം. വചനം തെറ്റിയാൽ ജീവിതം തെറ്റും. വചനത്തിൽ പാളിച്ച വന്നാൽ, ഉപദേശത്തിൽ പാളിച്ച വന്നാൽ ജീവിതത്തിൽ പാളിച്ച വരും. ജീവിതത്തിൽ പാളിച്ച വന്ന് തന്നിഷ്ടത്തിന് ജീവിച്ച സഭയിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിന്നെ ഞാൻ കിടപ്പിലാക്കി കളയും, നിന്റെ മക്കളെയും ഞാൻ കൊന്നുകളയും. കഠിനമായ വാക്കാണ് യേശു തുയത്തേര സഭയോട് പറഞ്ഞത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തരുടെ ഭരണത്തിന്, ഓരോരുത്തരുടെ ജഡീക താല്പര്യങ്ങൾക്ക് നടത്താനുള്ളതാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭയുടെ നായകൻ ഇന്ന് ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. എങ്കിലും നേരത്തെ വായിച്ച വാക്യത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ മടങ്ങി വരുന്നു. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. എഫേസ്യ ലേഖനം 2:20 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു. അപ്പൊ അവർക്കൊരു പ്രധാന സ്ഥാനം ഉണ്ട് അതിനകത്ത്. അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഒരു പ്രധാന സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന 3 പേരെ സംബന്ധിച്ച് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരാണ് തൂണുകളായി ആദിമ സഭയിൽ എണ്ണപ്പെട്ടിരുന്നത്. അപ്പൊ അപസ്തലികമായ ഒരു പ്രധാന സ്ഥാനം അതിനകത്തുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്താണ് അപ്പോസ്തലിക സഭ എന്നിനി പറഞ്ഞാൽ എന്തായിരിക്കും ആ സഭ? ആ സഭ, അപ്പോസ്തലിക സഭ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം പ്രസംഗിക്കുന്ന സഭ എന്നല്ലേ അതിൻ്റെ തനിയർത്ഥം? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ പറയുന്നതല്ലേ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം? എന്താണ് പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം 42-ാം വാക്യം പറയുന്നത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിലൊരു പ്രധാന ഭാഗമല്ലേ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ ആ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു പോകുന്ന സഭയാണ്. ഉപദേശം വളരെ പ്രധാനമാണ്. ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നു, ഉപദേശം സഭയ്ക്ക് വളരെ പ്രധാനമാണ്. യൂദയുടെ ലേഖനം 3-ാം വാക്യം പൊതുവിലുള്ള രക്ഷയെ സംബന്ധിച്ച്, ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ച് ലേഖനം എഴുതാൻ തുനിഞ്ഞ യൂദയ്ക്ക് ആത്മാവിലൊരു നിയോഗമുണ്ടായി. എന്താണ് ആ നിയോഗം? യൂദയുടെ ലേഖനം 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നോക്കാം, പ്രയോഗം ശ്രദ്ധിച്ചേക്കണം. ഒത്തിരി നേരമില്ല, കൊണ്ട് ചുരുക്കി പറയുകയാണ്. ഞാൻ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ സകല പ്രയത്നവും ചെയ്ത് എല്ലാം തയ്യാറായി. അപ്പോഴാണ് എനിക്ക് നിയോഗം ഉണ്ടായത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വാക്യം ആവർത്തിച്ചു പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിനായി എന്ത് വേണം? പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? വാക്യം ഒന്നുകൂടെ പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം, ഭേദഗതി വരുത്താൻ പാടില്ലാത്ത വിശ്വാസം, കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്ത വിശ്വാസം.
ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ക്രിസ്തീയ സഭകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇതാണ് തിരുവെഴുത്ത് വിളിച്ചു പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞത് അപ്പോസ്തലിക ഉപദേശം ഇതാണ്. വാക്യം ഒന്നുകൂടെ വായിക്കാമോ? എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, ഞങ്ങൾ പ്രസംഗിച്ച ആ സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് പറയുകയാണ്, ഹേയ് അങ്ങനല്ല, വ്യത്യസ്തമായ ഒരു വെളിപ്പാട് ദൈവം ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. അങ്ങനെ ഒരു മാറ്റം വരുത്തുന്ന ദൂതല്ല ഈ ദൂത്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറയുകയാണ്, ഹേ പൗലോസ് പ്രസംഗിച്ച ആ കാര്യം അങ്ങനല്ല, വ്യത്യസ്തമായിട്ടാണ് പറയാൻ വേണ്ടി എന്നെ ഇപ്പൊ ദൈവം പറഞ്ഞു വിട്ടതാണെന്ന് ദൂതൻ വന്ന് പറഞ്ഞാൽ അവനും ശപിക്കപ്പെട്ടവൻ. കാരണം ദൈവം തൻ്റെ വചനത്തിലൂടെ അപ്പോസ്തലന്മാരിലൂടെ വിളിച്ചു പറഞ്ഞ ഈ വചനം നിത്യവചനം, മാറ്റമില്ലാത്ത വചനം. ഈ വചനം അപ്പോസ്തലന്മാരുടെ വചനമല്ല, ഇത് കേവലം പ്രവാചകന്മാരുടെ വാക്കല്ല, ഇത് എഴുത്തുകാരുടെ വാക്കല്ല. ദൈവം അവിടുത്തെ ആത്മാവിനാൽ ഈ മനുഷ്യരെ വിളിച്ച് എഴുതാൻ പറഞ്ഞത്, നിയോഗം കൊടുത്തത്, അരുളപ്പാട് കൊടുത്തത്, എഴുതി വെച്ചതാണ്. ഇത് സഭയുടെ പ്രോഡക്റ്റ് അല്ല. ദൈവത്തിന്റെ സഭ ഉൽപ്പാദിപ്പിച്ച ഒരു സംഗതിയല്ല ദൈവത്തിന്റെ വചനം. ഇത് ദൈവത്തിന്റെ വചനം തന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തി അവരെഴുതിയതും അതിൽ ഒരു ഭേദഗതിയും വരുത്താൻ ആർക്കും അവകാശമില്ലാത്തതുമാകും. ആമേൻ. മത്തായി 5-ാം അധ്യായം 18-19 വാക്യം വായിച്ചാൽ പഴയ നിയമത്തെക്കുറിച്ച് പറയാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും സകലവും നിവർത്തിയാകുവോളം ഒഴിഞ്ഞു പോകില്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 18-ാം വാക്യം 19-ാം വാക്യം വായിച്ചാൽ ഇതിനോട് ആരും കൂട്ടാൻ പാടില്ല, ഇതിനോട് ആരും കുറയ്ക്കാൻ പാടില്ല. ഇത് നിത്യമായ ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്താലാണ് മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്നത്. റോമാലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. ഇതിന് മാറ്റമില്ല. ഇതിന് മാറ്റം വരുത്താൻ സഭയ്ക്ക് അധികാരമില്ല. ഇതിന് മാറ്റം വരുത്താൻ സഭാ ചുമതലക്കാർക്ക് അധികാരമില്ല. ഇതിന് മാറ്റം വരുത്താൻ കൗൺസിലുകൾക്ക് അധികാരമില്ല. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന തിരുവെഴുത്താണ്, സത്യമാണ്, ഉപദേശമാണ്. എന്താണ് അവരുടെ പ്രസംഗം? ചുരുക്കത്തിലൊന്ന് പറഞ്ഞാൽ, പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം പത്രോസിന്റെ തന്നെ പ്രസംഗം എടുക്കാം. വേറെ ആളുടെ പ്രസംഗം എടുക്കാതെ പത്രോസിന്റെ തന്നെ ഉദാഹരണത്തിന് എടുക്കാം. 2-ാം അധ്യായത്തിന് 37 മുതലുള്ള വാക്യങ്ങളിൽ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കാണാം. 2:37 മുതൽ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഇനി എന്റെ 47-ാം വാക്യം കൂടെ. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒന്ന് കേൾക്കൂ, അത്രയും വാക്യങ്ങൾ വേഗം ഒന്ന് കേട്ടോളൂ. എന്താണ് പറഞ്ഞ പത്രോസ് വിളിച്ച് പറയുന്നത്?
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പ്രസംഗം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് അപ്പസ്തോലിക മറുപടി, ദൈവത്തിന്റെ വചനം, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കണം. ആമേൻ. മാനസാന്തരപ്പെടണം. ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അത് പാപമോചനത്തിന് അത്യാവശ്യമാണ്. എല്ലാവരും കേട്ട പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ പുസ്തകം അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാണ്, നിങ്ങളുടെയും പുസ്തകത്തിൽ അങ്ങനെയാണ്, വായിച്ച പാസ്റ്ററുടെയും പുസ്തകത്തിൽ അങ്ങനെയാണ്. പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എപ്പോൾ സ്നാനമേൽക്കണം? മാനസാന്തരപ്പെട്ടിട്ട് സ്നാനമേൽക്കണം. അടുത്ത കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ലഭിക്കുമെന്നല്ല, 39-ാം വാക്യം, ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എല്ലാവർക്കുമുള്ളതാണിത്. ഇത് സ്നാനപ്പെടുമ്പോൾ തളിക്കുന്ന തൈലമല്ല, പുരട്ടുന്ന തൈലമല്ല. എന്താണിത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ യേശു പറഞ്ഞു, കാത്തിരിക്കണം, ഇത് തരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, നിങ്ങൾക്ക് ശക്തി കിട്ടും. അവർ കാത്തിരുന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നി ജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അവിടെ കൂടിയിരുന്നവർ ഓരോരുത്തൻ ആത്മാവ് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. ഇത് ആരും പ്രാപിക്കേണ്ടതാണ്. ശമരിയിൽ ഒരു കൂട്ടം ആളുകൾ സ്നാനപ്പെട്ടു എന്ന് കേട്ടപ്പോൾ യെരൂശലേമിലെ അപ്പോസ്തലന്മാർ അവിടെ ആളെ പറഞ്ഞു വിട്ടു. അവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കേണ്ടതിന് അവർ ചെയ്യുന്നവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. എഫെസോസിൽ ഒരു കൂട്ടം ശിഷ്യന്മാരെ കണ്ടു. പൗലോസ് അവരോട് ചോദിക്കുകയാണ്, വിശ്വസിച്ചിട്ട് നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചുവോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, അങ്ങനെ കാര്യമുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പൗലോസ് അവരോട് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചു. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അവർ പ്രവചിക്കുകയും കൂടെ ചെയ്തു. ഏതാണ് ദൈവത്തിൻ്റെ സത്യസഭ? അപ്പോസ്തലികമായ പ്രസംഗമുള്ളതും അപ്പോസ്തലികമായ ഉപദേശം പറയുന്നിടം. എന്താണ് അപ്പോസ്തലിക ഉപദേശം? മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പാപം മോചനത്തിനായി സ്നാനമേൽക്കുവീൻ. അത് ഏറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കുവീൻ. നാട്ടുകാരെ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ ശക്തി സകല മനുഷ്യർക്കും കൊടുക്കാനുള്ളതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പെന്തിക്കോസ്തുകാരെ, ഇത്രയും കാലം പെന്തിക്കോസ്തിൽ ഇരുന്നിട്ട് നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ, നിങ്ങൾ അന്യഭാഷ സംസാരിക്കത്തക്കവണ്ണം ആത്മസ്നാനം നിങ്ങളുടെ മേൽ വന്നില്ലെങ്കിൽ, നിങ്ങളുടെ കാലം വളരെ വൈകിപ്പോയി. ഇനിയെങ്കിലും ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ ദൈവമുമ്പാകെ പോയി ദൈവാത്മാവിനെ പ്രാപിക്കണം. ഇതിന് ആത്മസ്നാനം പ്രാപിക്കാത്ത ഒത്തിരി ആളുകൾ ഇന്ന് പെന്തിക്കോസ്തിലുണ്ട്. പുരുഷന്മാരെ, ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല. സ്ത്രീകൾക്ക് വികാരമിളകുമ്പോൾ കിട്ടുന്ന ഒന്നല്ലിത്.
ഇത് ദൈവം തന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ശരീരത്തിൽ സ്ഥിര താമസത്തിന് അയച്ചു തരുന്നതാണ്. നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് നിങ്ങളുടെ ബുദ്ധിയുടെ മണ്ഡലം വിട്ട് ആത്മാവിന്റെ മണ്ഡലത്തിലേക്ക് ആത്മാവിനാൽ നടത്തപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ വൃദ്ധന്മാരുടെ മേലും ഇത് വരും, വൃദ്ധന്മാരുടെ മേലും ഇത് വരും. ഹല്ലേലൂയ. നിങ്ങളുടെ ചെറുപ്പക്കാര് മക്കൾ ലോകം ആസ്വദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണെങ്കിൽ, ഓ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ലോകമോഹത്തിൽ നിങ്ങളുടെ മക്കളെ വിടരുത്. സ്നാനമേൽക്കാൻ പ്രായമാകുമ്പോൾ അവരെ സ്നാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം, അതിനവരെ തയ്യാറാക്കണം. കുറെ കൂടെ വലുതാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്ന് ദൈവ കൃപ വിട്ട് ലോകത്തിൽ പാപത്തിലേക്ക് ഇറങ്ങി, പ്രേമബന്ധങ്ങളിൽ ഇറങ്ങി, പൊർണോഗ്രാഫിയിൽ പോയി, തിന്മകൾക്ക് പോയി, നിങ്ങളുടെ മക്കൾ നശിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനമേൽക്കാൻ നിങ്ങളുടെ വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം നിങ്ങൾ. ഹല്ലേലൂയ. ആത്മസ്നാനം പ്രാപിക്കാത്ത മക്കൾ വീട്ടിലില്ലേ? മക്കളെ ഡോക്ടറാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണല്ലോ. മക്കളെ എഞ്ചിനീയർ ആക്കാൻ നിങ്ങളെല്ലാം കഠിനാധ്വാനം ചെയ്യുന്നുവല്ലോ. അതിനുവേണ്ടി സകല നടപടികളും ചെയ്യുന്നല്ലോ. നിങ്ങളുടെ മക്കൾ ആത്മസ്നാനം പ്രാപിക്കാത്തതിൽ ഇതുവരെ ഒരു ചങ്കുവേദന ഉണ്ടായിട്ടുണ്ടോ? ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? അതിനായിട്ടൊരു പ്രാർത്ഥന തുടങ്ങിയോ? അതിനുവേണ്ടി ഒരു ഉപവാസം തുടങ്ങിയോ? മോക്കും മോനും അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾ ഉപവസിച്ചല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, അനാഥരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ. ആത്മസ്നാനം പ്രാപിക്കാൻ, കൃപാവരം പ്രാപിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയോ? നിങ്ങളുടെ പേരിന്റെ പെന്തിക്കോസ്ത് കൊണ്ട് കഴമ്പില്ല. ഇത് അനുഭവമാണ്, ഇത് ദൈവശക്തിയുടെ വ്യാപാരമാണ്. ഇത് അത്യുന്നതത്തിൽ ദൈവം ഇതിനകത്ത് താമസിക്കാൻ മൺകൂടാരത്തിൽ ഇറങ്ങി വന്ന് ഇതിനകത്ത് തങ്ങുന്നതാണ്. ഇവിടെ യോഗം നടത്തിയ ദൈവദാസൻ പറഞ്ഞു, ശരീരത്തിൽ അറിയത്തക്കവണ്ണം ഇത് വരുമെന്ന്. ഞാൻ വിചാരിച്ചു എന്താണ് ദൈവദാസൻ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ തന്നെ അർത്ഥമാണ്. ഈ ശരീരം അറിയത്തക്കവണ്ണം വരും, ഈ ശരീരത്തിൽ തങ്ങാൻ വരും, ഇതിന്റെ ഓരോ കോശങ്ങളും നിറഞ്ഞു വരും. കേവലം നിങ്ങൾക്ക് യോഗത്തിന് വരുമ്പോൾ വികാരമുണ്ടാകുമ്പോഴല്ല, 24 മണിക്കൂറും ഇതിനകത്ത് താമസിക്കാനാണ് ആത്മാവ് ഇറങ്ങി വരുന്നത്. ഇതിനകത്ത് വന്നിറങ്ങും, ഇതിനകത്ത് ആ സാന്നിധ്യം സത്യമായി അനുഭവിക്കും. നിങ്ങളുടെ ജീവൻ അനുഭവിക്കുന്നത് പോലെ അതിനേക്കാൾ ശക്തമായി ഈ ശരീരത്തിൽ വ്യാപരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ അതിന് തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്താൽ, അതിന് തക്കവണ്ണം ശരീരത്തെ വിട്ടുകൊടുത്താൽ, അതിന് തക്കവണ്ണം മനസ്സിനെ വിട്ടുകൊടുത്താൽ, അതിന് തക്കവണ്ണം ആത്മാവിനെ അളക്കാതെ, നിങ്ങൾ അളക്കാതെ ആത്മാവിന് വിട്ടുകൊടുത്താൽ ആത്മാവ് വന്ന് താമസിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് ചെയ്തു തരാൻ വരുന്നതല്ല ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന് നിങ്ങളിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തെടുക്കാൻ വന്നിറങ്ങുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. ആത്മാവിന് പരിമിതികൾ വെച്ചവരെ, ആത്മാവിന് അതിര് വെച്ചവരെ, ആത്മാവ് ഇത്രയേ ഉള്ളൂ, എനിക്ക് ആത്മാവിനെ അറിയാം എന്ന് പറയുന്നവരെ, നിങ്ങൾക്കെങ്ങനെ ആത്മാവിനെ മൊത്തം അറിയാം? ദൈവം അപരിമിതനല്ലേ? പരിശുദ്ധാത്മാവ് അപരിമിതനല്ലേ? നിങ്ങൾ ആത്മാവിനെ മൊത്തം അറിഞ്ഞോ? നിങ്ങൾ ആത്മാവിനെ മൊത്തം അളക്കാൻ നിങ്ങളുടെ മക്കൾ എന്ത് അളവ് സാധനമാണുള്ളത്? ആത്മാവ് അളവറ്റതാകിയാൽ ആത്മപ്രവർത്തിക്ക് മൊത്തം വിട്ടുകൊടുക്കാൻ ഇന്നത്തെ കാലത്ത് ദൈവജനം തയ്യാറാകണം. ഒരു കാലത്തുണ്ടായിരുന്നത് പോലുമില്ലാതെ, ഒരു കാലത്ത് വ്യാപരിച്ച ആത്മശക്തി ഇല്ലാതെ, ഒരു കാലത്ത് വ്യാപരിച്ച കൃപാവരമില്ലാതെ, ഒരു കാലത്ത് ആത്മാവിൽ കുതിച്ച് നൃത്തം ചെയ്ത നീ ഇന്ന് അനങ്ങാപ്പാറ പോലെ ഇരുന്ന് നിന്റെ ചടങ്ങിന്റെ ആരാധന അർപ്പിക്കുന്നിടത്ത് നീയാണ് സത്യസഭ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല.
ഈ കൂട്ടത്തിൽ ഒരു ശക്തി വ്യാപരിച്ചിരുന്നു, ഒരു ബലം വ്യാപരിച്ചിരുന്നു, ആത്മസാന്നിധ്യം വ്യാപരിച്ചിരുന്നു. ആരാധനയിൽ ദൈവത്തിന്റെ തീ അക്ഷരാർത്ഥത്തിൽ കത്തിയിരുന്നു. ആരാധനയുടെ നടുവിൽ രോഗി സൗഖ്യമായിരുന്നു. അത്ഭുതങ്ങൾ നടന്നിരുന്നു, അടയാളങ്ങൾ നടന്നിരുന്നു, വീര്യപ്രവർത്തികൾ നടന്നിരുന്നു. ഇന്നത് പഴങ്കഥയായി പോയിടത്ത് ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ പഴയ പെന്തിക്കോസ്ത് കൊണ്ടും നീ ശരിയാണെന്ന് ദൈവം അംഗീകരിക്കില്ല. അത് ശരിയാവണമോ? പണ്ടത്തെ ആത്മകൃപയുടെ വ്യാപാരം അതല്ലെന്നേ, അതിനേക്കാൾ കൂടിയത് തരാൻ ദൈവത്തിന്റെ പക്കലുണ്ട്. അപ്പോസ്തലന്മാരെ നോക്കൂ, ശക്തിയുടെ വ്യാപാരമല്ലേ ഉണ്ടായിരുന്നത്? അല്ലെ, പോകുന്നിടത്ത് മുഴുവൻ ശക്തിയല്ലേ വ്യാപരിച്ചത്? പോകുന്നിടത്ത് മുഴുവൻ രോഗശാന്തിയല്ലേ വ്യാപരിച്ചത്? അവരുടെ നിഴല് തട്ടിയാൽ രോഗി സൗഖ്യമാകുമായിരുന്നല്ലോ. അവരുടെ ഉടുപ്പ് കണ്ടിട്ടാൽ ശക്തി വ്യാപരിക്കുമായിരുന്നല്ലോ. അതല്ലേ അപ്പോസ്തലികത്വം? അപ്പോസ്തലിക ശക്തിയല്ലേ അപ്പോസ്തലികത്വം? ഇത് പേരോ, ഇത് സ്ഥാനമോ, ഇത് പദവിയോ അല്ലെന്നേ. ഇത് ദൈവത്തിന്റെ മേലോക ശക്തി ജനത്തിന്റെ മേലിറങ്ങി വന്ന്, ശുശ്രൂഷിക്കുന്നവരുടെ മേലിറങ്ങി വന്ന്, അത് ജനത്തിൽ പകർന്നു കൊടുക്കാൻ ആത്മവ്യാപാരത്തിന്റെ ശുശ്രൂഷ ഉള്ളിടത്താണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ സത്യസഭ. എന്നിട്ട് അവർ പ്രസംഗിക്കുകയാണ്, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമേൻ. പാപത്തിന്റെ കൂട്ടു കൂടാതെ നീ പാപത്തിൽ നിന്ന് പുറത്തു വരണം. സ്നാനപ്പെട്ടവന്റെ കൂടെ കൂടണം. അങ്ങനെയാണ് പറഞ്ഞ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അടുത്തത്, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. സ്നാനമേറ്റവരോട് ചേർക്കണം. സ്നാനമേറ്റേണ്ടത് ആവശ്യമാണെന്ന് അറിഞ്ഞിട്ട് പരമരഹസ്യമായി പോയി സ്നാനമേറ്റ് ആരോടും പറയാതെ ഒളിച്ചു പാർക്കുന്ന നിങ്ങൾ അറിയണം. സ്നാനപ്പെട്ടു നേറ്റാ ബാക്കിയുള്ളവർ കുത്തുകയറത്തില്ലേ, പരിഹസിക്കില്ലേ? അതിനേക്കാൾ നല്ലത് തുള്ളിച്ചാടി വിളിച്ചു പറ, ഞാൻ സ്നാനപ്പെട്ടു. നിങ്ങൾ സ്നാനമേൽക്കണം. അത് പറയാൻ സൗകര്യമുള്ളിടത്ത് പോ. സ്നാനപ്പെട്ടവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കൂ. ആത്മസ്തുതി പ്രാപിച്ചിട്ട്, ആത്മാവിനെ പ്രാപിച്ചിട്ട്, ഇത് പരസ്യമായി പറയാൻ പറ്റാത്തടത്ത് നീ പോയി നിന്നെ തന്നെ ഒതുക്കി ഇത്ര പാടുപെട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ, ആത്മാവിൽ ആരാധിക്കാൻ ചേരുന്നിടത്ത് പോകുകയല്ലേ നല്ലത്. ഇന്ന് പുറത്ത് വേർപാടിന്റെ പേര് പറഞ്ഞിട്ട് ജീവിതത്തിൽ വേർപാടില്ലാതെ, പാപത്തോട് വേർപെടാതെ, തോന്നിയതുപോലെ വസ്ത്രധാരണം ചെയ്ത് ജഡത്തിനും മോഹത്തിനും ഒത്തവണ്ണം നിങ്ങളുടെ ജഡത്തെ ഒരുക്കി ദൈവത്തിന്റെ ആത്മാവിന് നിന്നിൽ പ്രവേശിക്കാൻ ഇടമില്ലാതെ ജഡം നിന്നെ നിറഞ്ഞിരിക്കുന്നിടത്ത് അതിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരൂ. നിന്നെ ദണ്ഡിപ്പിക്കാൻ വന്ന ദുഷ്ടപിശാച് നിന്റെ അകത്ത് കയറി നിന്റെ ജഡത്തെ സ്വാധീനിച്ചിടത്തുനിന്ന് പുറത്തു വന്നുകൊള്ളണം. പുറത്തു വന്നുകൊള്ളണം. നിന്നെ നശിപ്പിക്കുന്നതിന് മുമ്പ്, നിന്റെ പാതാളത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിന്റെ ചരട് ആദ്യം കെട്ടിയപ്പോ തന്നെ അതിനെ അറുത്തു വിടണം. ജീസസ്, ജീസസ്, ജീസസ്. അപ്പനമ്മമാരെ, മക്കളുടെ മേൽ ആ ചരട് അഴിച്ചു കളയണം. സഭയെ, സഭയിൽ ആ തിന്മ പ്രവേശിക്കാതെ ഈ കെട്ട് അഴിച്ചു കളയണം. ലോകത്തിന്റെ കൂട്ടുകൂടി, ലോകത്തിന്റെ ആഡംബരങ്ങളെടുത്ത്, ലോകത്തിന്റെ രീതികളെടുത്ത്, ലോകത്തിന്റെ ചടങ്ങുകളിലൂടെ ദൈവത്തിന്റെ സഭയും പോകാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾ ഈ ലോകക്കാരല്ല, നിങ്ങൾ സ്വർലോകരായി ജീവിക്കേണ്ടവരാണ്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവീൻ. ലോകം നിന്നെ പാപത്തിൽ മുക്കുന്നതിന് മുമ്പ് പുറത്തു വന്നോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് ഉപദേശം കേൾക്കണം. പിന്നെ ഒരിച്ചിരി കിട്ടിയെന്ന് പറഞ്ഞിരുന്നാ പോരാ,
ഉപദേശം പഠിക്കണം. ഇന്നത് പഠിക്കാൻ ആളില്ല. ഉപദേശം പഠിക്കാൻ വിളിച്ച ആൾ വരില്ല. അങ്ങനെ കാലമാണിത്. ഫലം എന്താണെന്നറിയോ? പാപം എതിലെ കയറി വന്നാലും നിങ്ങളെ പിടിക്കാം. കാരണം നിങ്ങൾക്ക് വചനത്തിൻ്റെ സത്യം അറിയില്ല. പിശാച് ഏതിലെ വന്നാലും നിങ്ങളെ ഇടിച്ചിട്ട് പോകും. അതേസമയം വചനം അകത്ത് കയറിയവൻ, പിശാച് സകല പദ്ധതി കൊണ്ട് വന്നാലും അവൻ്റെ അകത്ത് നിന്ന് വചനം പുറത്തു വരും. ആത്മശക്തിയോടെ പുറത്തു വരും. അവർ വിളിച്ചു പറയും, പിശാചേ, നീ എന്ത് ചരക്ക് കൊണ്ടുവന്നാലും നിന്റെ ചരക്ക് എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് തരാൻ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ജീവിക്കുന്നു. നീ തന്നത് വാങ്ങി നിന്റെ കൂടെ ഞാൻ പാതാളത്തിൽ വരില്ല. എനിക്ക് വേണ്ടത് എൻ്റെ പിതാവ് തരും. അത് ചെറുതായാലും വലുതായാലും എൻ്റെ ആവശ്യം നിവർത്തിച്ചു തരും. അവൻ്റെ കൂടെ ഞാൻ പോകും. ഹല്ലേലൂയ. ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല. ഉപദേശം പഠിക്കണം നല്ലപോലെ. മക്കളെ ഉപദേശം പഠിപ്പിക്കണം. സഭകളിൽ ഉപദേശം പഠിപ്പിക്കണം. ഇന്ന് പലതരം ഉപദേശങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടേ ഉള്ളതാണ്. പക്ഷെ കുറെ കാലം മൗനമായി കിടന്നിട്ട് ഇപ്പൊ അതിലെ കൂടെയും ഇതിലെ കൂടെയും പല കൂട്ടങ്ങളിലൂടെ പല പ്രസംഗികളിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ഒത്തിരി ആളുകൾ അങ്ങനെ പരസ്യമായി രംഗത്തില്ല. ഞങ്ങളെപ്പോലെ ചില സ്റ്റേജുകളെ ഉള്ളൂ. ടി വിയിലധികമില്ല. ഉണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയയിൽ അധികമില്ല. അതേസമയം കണ്ടതെല്ലാം പറയുന്നവർ ടി വി നിറഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറെ പേർക്ക് ഇത് അറിയില്ലെങ്കിലും നിങ്ങളുടെ പിള്ളേർക്കറിയാം. നിങ്ങൾ കേൾക്കുന്ന പ്രസംഗമല്ല നിങ്ങളുടെ പിള്ളേർ കേൾക്കുന്നത്. പള്ളി വന്നാൽ നിങ്ങളുടെ പിള്ളേർ വലിയ പ്രസംഗം കേൾപ്പില്ല. അവർക്ക് അന്നേരം മൊബൈൽ ഫോൺ കൊണ്ട് കളിയും പരിപാടികളും ഉണ്ട് പള്ളിയിൽ. നിങ്ങളറിയത്തില്ല. അവർക്ക് ഇഷ്ടം പോലെ പ്രസംഗം വേറെയുണ്ട്. നിങ്ങളുടെ പ്രസംഗങ്ങളെ അവർക്ക് ചോദ്യമാണ്. ആമേൻ. ഇതിന് മറുപടി പറയണ്ടേ? ഇതിന് സത്യം അവരെ ഗ്രഹിപ്പിക്കണ്ടേ? ആമേൻ. അതുകൊണ്ട് ഞാൻ തീർത്തു പറയുകയാണ്, ദൈവത്തിന്റെ സഭ ഉപദേശത്തിന്റെ പ്രസംഗത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉപദേശത്തിന്റെ പ്രസംഗത്തിലേക്ക് മടങ്ങി വരണം. അതായിക്കൂടെ ഇതായിക്കൂടെ എന്ന് ചോദിക്കുന്ന തലമുറ നിങ്ങളോട് ചോദിക്കില്ല. ബാക്കി പലതും ചോദിച്ചു തുടങ്ങി. പലതും പല വഴിക്ക് പൊയ്ക്കഴിഞ്ഞു. അറിയാമോ? പലതും പല വഴിക്ക് പൊയ്ക്കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഏതാണ് സത്യസഭയെന്ന്, ഏതാണ് സത്യക്കൂട്ടമെന്ന്, സ്വർഗമുണ്ടെന്ന് നരകമുണ്ടെന്ന്, നിത്യജീവനുണ്ടെന്ന് നിത്യശിക്ഷാവിധി ഉണ്ടെന്ന് ലോകമറിയണം. നിങ്ങളറിയണം. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് സത്യമാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും യേശു വരുന്നു. യേശു ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു. യേശു ലോകത്തെ ഭരിക്കാൻ പോകുന്നു. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരപ്രകാരം നിവർത്തിയാകും. ഇതിനൊരു മാറ്റമുണ്ടാവില്ല. ഇവിടെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് മാറ്റാൻ ശ്രമിച്ചാലും ഇത് മാറ്റാൻ പറ്റില്ല. ഒരു സഭയ്ക്കും പറ്റില്ല, ഒരു സംഘടനയ്ക്കും പറ്റില്ല, ഒരു നേതാവിനും പറ്റില്ല. ഈ സത്യ സുവിശേഷം പ്രസംഗിക്കുന്നതാണ് അപ്പോസ്തലിക സഭ. ഈ സത്യ അനുഭവമുള്ളതാണ് അപ്പോസ്തലിക സഭ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, കേവലം പ്രസംഗിച്ചിട്ട് ഇതുമായി ബന്ധമില്ലാത്തതല്ല. ദൈവത്തിൻ്റെ ജീവനിലേക്ക് ദൈവത്തിൻ്റെ സഭ മടങ്ങി വരണം. നാം ജീവനിൽ നിലനിന്നിരുന്നെങ്കിൽ പലതും സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ ജീവൻ പോയിടത്താണ് പലതും സംഭവിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയും, എവിടെ ജീവൻ പോയി എന്ന് മനസ്സിലാക്കി മടങ്ങി വന്ന ആത്മശക്തിയോടെ ജീവിപ്പാൻ, ആത്മശക്തിയോടെ ശുശ്രൂഷിപ്പാൻ എൻ്റെ സഹപ്രവർത്തകരെ അഭിഷേകത്തിൻ്റെ വലിയൊരു ഒഴുക്ക് നമ്മി വന്നിട്ട് നമ്മിലൂടെ ആ അഭിഷേകം ജനത്തിൻ്റെ മേൽ ഒഴുകത്തക്കവണ്ണം, അങ്ങനെ തന്നെ ഞാൻ വിളിച്ചു പറയും, നമ്മിലൂടെ അഭിഷേകം ജനത്തിലേക്ക് ഒഴുകാൻ. അതാണ് യോഹന്നാൻ 7:37 മുതലുള്ള വാക്യങ്ങൾ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. നദി ഒഴുകുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, വന്ന് കുടിക്കട്ടെ. നദികൾ ഒഴുകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ? ആത്മാവിൻ്റെ ഒരു പകർച്ച നമ്മിൽ നിന്നുണ്ടാവണം. നമ്മളൊരാളെ തൊട്ടാൽ ദൈവശക്തിയുടെ ഒരു പകർച്ചയുണ്ടെന്ന് അവരുടെ ശരീരത്തിൽ അനുഭവിക്കണം.
നമ്മൾ ഒരാളോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിമിത്തം, ആ കയ്യാലൊന്ന് പിടിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന നിമിത്തം ആത്മാവിന്റെ പകർച്ച അവരുടെ ആളത്വത്തിലേക്ക് പോകണം. ഒരു ആത്മസ്നാനം അവരുടെ മേലേക്ക് പോകണം. ഒരു രോഗശാന്തി അവരുടെ മേലേക്ക് പോകണം. ഒരു വിശ്വാസം അവരുടെ മേലേക്ക് പോകണം. അങ്ങനെ പകർച്ചയുടെ അനുഭവത്തിൽ ആദിമ സഭയിൽ സംഭവിച്ചതെല്ലാം ഇന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ നാം തയ്യാറാണോ? അതോ കാലം കഴിഞ്ഞോ? ഇത്രയൊക്കെ ഉള്ളോ? അല്ലല്ലോ. സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളതൊന്ന് തുടങ്ങണം. ആരാധിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് ഒന്ന് ആരാധിക്കാൻ തുടങ്ങണം. ആമേൻ. ഞങ്ങൾ ഉപദേശി വർഗം ഉൾപ്പെടെ നല്ലപോലെ ഒന്ന് ആരാധിച്ച് തുടങ്ങണം. ഒന്ന് നൃത്തം ചെയ്യാൻ തയ്യാറാവണം. ആത്മാവിൽ സ്തുതിക്കാൻ തയ്യാറാകണം. കണ്ണടയ്ക്കാൻ തയ്യാറാകണം. ഉപവസിക്കാൻ തയ്യാറാവണം. മുട്ടുകുത്താൻ തയ്യാറാവണം. ആമേൻ. ആത്മവ്യാപാരത്തിൻ്റെ പകർച്ച നമ്മിൽ നിന്ന് ദേശത്തേക്ക് പോകണം. ആമേൻ. ഇരുട്ടിൻ്റെ ശക്തിയുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മിൽ നിന്ന് ദൈവശക്തി പോയാൽ ഇരുട്ട് തെറിച്ചു പോകും. ഇരുട്ടിന് മേൽ നിൽക്കാൻ പറ്റില്ല. വെളിച്ചം വന്നാൽ ഇരുട്ട് ഓടിപ്പോകും. ഇരുട്ട് പോകാൻ പറഞ്ഞാൽ ഇരുട്ട് പോകത്തില്ല. ദൈവശക്തിയുടെ പകർച്ച. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നടന്നു പോകുന്ന വഴിക്ക് ദൈവശക്തി ഇതിനകത്ത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ തറ അറിയണം ദൈവശക്തി ഉണ്ടെന്ന്. ഇവിടെ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അറിയണം. ആ പോകുന്ന വ്യക്തിയുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരമാണ്. ആ ആൾ വന്നാൽ നമ്മളിവിടെ നിന്നാൽ നമുക്ക് തകരാറുണ്ടാകും എന്ന് ഭൂതശക്തികൾ തിരിച്ചറിയണം. അവരെ തുരത്തുന്ന ഒരാത്മശക്തിയുടെ വ്യാപാരം വ്യാപരിക്കുന്ന ഒരു കൂട്ടം ദേശത്ത് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എടുത്തു പറയുന്നു, ഉപദേശത്തിലേക്കും ജീവിതത്തിലേക്കും ശക്തിയിലേക്കും ദൈവത്തിൻ്റെ സഭ മടങ്ങി വരണമെന്ന് വിളിച്ചു പറയാനാണ് ഇന്ന് രാത്രി എനിക്ക് നിയോഗം. ഓ റഖമാനഹാത്തൂരിബിഗശ്യ ജക്കപ്രഭാനിയ. പ്രാർത്ഥിക്കുമോ? ഒന്ന്, ദൈവമേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്നിവാൽ ദൈവസഭ വെളിപ്പെടുത്തുന്നു നമ്മൾ പറഞ്ഞിട്ടില്ലേ, പാടിയിട്ടില്ലേ? അതെൻ്റെ സഭയിലൊന്ന് ആരംഭിക്കണം. ഈ ആഴ്ച മുതൽ അത്ഭുതം നടക്കണം. ആമേൻ. ഏത് യോഗത്തിലും അത്ഭുതം നടക്കണം. ഏത് ശുശ്രൂഷയിലും അത്ഭുതം നടക്കണം. അത് വിശ്വസിച്ച്, അത് ഏറ്റെടുത്ത് ഒരാത്മപ്രവർത്തിക്ക് ഒരുങ്ങുവാൻ ഇന്ന് രാത്രി വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? പ്രിയരേ, ഒരു ഉണർവ് വരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാജ്യത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, രാജ്യത്തിന്റെ നിയമം എന്തുമാകട്ടെ, ഇതിന്റെ മീതെ വാഴുന്ന ഒരുത്തനെ ഞാൻ സേവിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു. ഇന്ത്യയിൽ ദൈവപ്രവൃത്തി ഉണ്ടാവും.